കഴിച്ചു തുടങ്ങിയാൽ നിർത്താൻ പറ്റാത്ത നമ്മുടെ സ്വന്തം തുർക്കിഷ് ചിക്കനാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് മിക്സാക്കുക. അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കുക. നന്നായി മിക്സാക്കി മാരിനേറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അത് കഴിഞ്ഞ് ചിക്കനെ നമുക്ക് ഫ്രൈ ചെയ്യുക. ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ട് ഡ്രൈ ആക്കി തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അടച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ചിക്കൻ ഒന്നുകൂടെ നല്ല സോഫ്റ്റായിട്ട് വരും. നല്ല സോഫ്റ്റ് ജ്യൂസി ചിക്കൻ തന്നെ നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ ചിക്കന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കാം. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഒഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. സാധാ മൈദപ്പൊടി ഇട്ട് ഇതുപോലെ ഒന്ന് കട്ടല്ലാതെ ഉടച്ച് അതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. 1 നുള്ള ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കസൂരി മേത്തിയും കുറച്ച് ചില്ലി ഫ്ലേക്സും ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി എരിവിനനുസരിച്ച്. എന്നിട്ട് അത് ചിക്കൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മുകളിൽ കുറച്ച് മൊസറല്ല ചീസും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചീസാണ് കേട്ടോ. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഓക്കെ, ബൈ.